ചർച്ചയിൽ പങ്കെടുക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് പി എ പൗരൻ, ആദിവാസി ക്ഷേമസമിതി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ സുരേഷ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ PM വേലായുധൻ, റിട്ടയർഡ് പോലീസ് ഓഫീസർ ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ്. ആദ്യം ശ്രീ പി എ പൗരൻ, നമ്മൾ ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വസ്തുതകൾ നമുക്ക് എത്രയോ ദൂരെയായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാട്ടുനീതിയെക്കുറിച്ചും അവിടുത്തെ ആൾക്കൂട്ടത്തിൻ്റെ കിരാതവാഴ്ചയെ പറ്റിയുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം ഇതാ നമ്മുടെ കൺമുന്നിൽ കാണുകയാണ്. ഇതിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പോലും നമ്മൾ പരിശോധിക്കണം. ഒന്ന്, ഭക്ഷണമില്ലാതെ ഒരു മനുഷ്യൻ അലഞ്ഞു തിരിയുന്നു, അയാൾ ഭക്ഷണത്തിന് വേണ്ടി എന്തോ മോഷ്ടിച്ചു എന്നതാണ് അയാൾക്കുമേൽ ചാർത്തിയിരിക്കുന്ന ഭീകരമായ കുറ്റം. അതൊരു വലിയ പ്രശ്നം. അത്തരം സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന വലിയ പ്രശ്നം. മറ്റൊന്ന്, ആദിവാസി വിഭാഗങ്ങളുടെ ഒട്ടും മെച്ചപ്പെടാത്ത ജീവിത സാഹചര്യം. പിന്നെ ആൾക്കൂട്ടത്തിൻ്റെ ഈ നീതി നിർവഹണം. അവിടെ പോലീസിന് ഒന്നും ചെയ്യാനില്ല. ഒരാളെ പിടിച്ചാൽ അയാളെ തല്ലി അവശനാക്കി അവരുടെ ജോലിക്ക് ശേഷം പോലീസിനെ ഏൽപ്പിക്കുക എന്ന കിരാതവാഴ്ച, ഇതൊക്കെ നമ്മൾക്ക് പരിശോധിക്കേണ്ടതുണ്ട്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും കൂടുതൽ താങ്കളെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്താണ് ശ്രീ പി എ പൗരൻ? ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിയമം കയ്യിലെടുക്കുവാൻ ജനങ്ങളെ അനുവദിക്കുന്നു, അല്ലെങ്കിൽ ഒരു പോലീസിനെ അല്ലെങ്കിൽ സദാചാര പോലീസിനെ അനുവദിക്കുന്ന ഒരു പ്രക്രിയയാണ് കഴിഞ്ഞ ഏതാനും കാലമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മട്ടന്നൂരുണ്ടായ സംഭവവും അതിനു മുമ്പ് TP ചന്ദ്രശേഖരൻ്റെ വധവും നേതൃത്വം കൊടുത്തത് ഇതേപോലെയുള്ള ഒരു ഭരണകക്ഷിയുടെ നേതാക്കന്മാരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ ഇതേപോലെ തന്നെ നിയമം കയ്യിലെടുത്തുകൊണ്ട് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് സാധാരണ മനുഷ്യരുടെ ഹൃദയങ്ങളിലും അല്ലെങ്കിൽ മനസ്സുകളിലും ഇങ്ങനെ പ്രവർത്തിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളും എന്നൊരു തോന്നലുണ്ടായതിൻ്റെ ഫലം കൂടിയായിട്ടാണ് ആരുമാരുമില്ലാത്ത നിസ്സഹായനായ നിരപരാധിയായ ഒരു ഭക്ഷണത്തിന് വേണ്ടി ഒരു കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കളവെന്ന് പറയാൻ പറ്റില്ല, ആ രൂപത്തിലൊരു പ്രവൃത്തി ചെയ്ത ഒരു സാധു മധു എന്നു പേരായ യുവാവിനെ അതിഭീകരമായിട്ട് മർദ്ദിച്ചതിന് ശേഷം ആ വിവരം പോലീസിന് കിട്ടി. പോലീസ് ആ യുവാവിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. ആദ്യം പോലീസുകാർ ചെയ്യേണ്ടത് ആ യുവാവിനെ ഒരു വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ആയിരുന്നു. പക്ഷെ അത് ചെയ്യാതെ അവരും മർദ്ദിച്ചു കാണും എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രസംഷൻ ഉണ്ടായിട്ടുണ്ട്, ചർച്ചയുണ്ടായിട്ടുണ്ട്, സംസാരമുണ്ടായിട്ടുണ്ട്. കാരണം പോലീസിന് കിട്ടിയത് ഒരു കളവ് കേസിലെ പ്രതിയായതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പോലീസുകാർ അല്ലെങ്കിൽ പൊതുവെ പോലീസിൻ്റെ സ്വഭാവം അനുസരിച്ച് അവരും ആ യുവാവിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. അതിൽ വെച്ചിട്ടാണ് ജീപ്പിൽ വെച്ച് ഛർദ്ദിച്ചതും അതിനുശേഷമാണ് ആസ്പത്രിയിൽ കൊണ്ടുപോകുന്നതും ആസ്പത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചതായിട്ടാണ് വിവരം കിട്ടുന്നത്. അപ്പോൾ ഈ മരണത്തിൽ നാട്ടുകാർ സദാചാര പോലീസിൻ്റെ വേഷം കെട്ടിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ പോലീസുകാരും ഒരു കോടതിയുടെ, അതായത് ശിക്ഷിക്കുവാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കോടതിയുടെ മുമ്പിൽ എത്തിക്കേണ്ട ബാധ്യതയാണ് പോലീസിനുള്ളത്. പക്ഷേ ഇവിടെ പോലീസുകാർ, പ്രത്യേകിച്ചും പാലക്കാട് അട്ടപ്പാടിയിലുള്ള പോലീസുകാർ, അഗളിയിലുള്ള പോലീസുകാർ ഈ മധു എന്ന് പറയുന്ന യുവാവിനെ അതിഭീകരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടാകണം. അല്ലെങ്കിൽ അവർ ശിക്ഷ, കോടതിയുടെ ചുമതല അവരെ ഏറ്റെടുത്തുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കി എന്ന് വേണം ധരിക്കുവാൻ. കാരണം ഒരു കുറ്റവാളി അവർക്ക് കിട്ടുമ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ അവർ ഭേദ്യം ചെയ്തിട്ടുണ്ടാവും. താങ്കൾ അക്കാര്യത്തിൽ പോലീസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. ഞാൻ ശ്രീ അഡ്വക്കേറ്റ് പി എ പൗരൻ താങ്കളിലേക്ക് വരാം. നമുക്ക് ഈ മധുവിനെ കുറിച്ച് അറിയണമല്ലോ. അദ്ദേഹത്തെ പറ്റി അവിടെയുള്ള ആളുകൾ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി ഈ കടുകമണ്ണ ഊരിൽ മധു ഉണ്ട്. മധു ഊരിന് പുറത്ത് വനാതിർത്തിയിലുള്ള ഒരു പാറ ഇടുക്കിൽ ജീവിക്കുകയാണ്. അദ്ദേഹം ഇടയ്ക്ക് നാട്ടിലേക്ക് വരും, കടകളിൽ പോയി ബിസ്ക്കറ്റോ വെള്ളമോ ചോദിച്ചു വാങ്ങും. ആരെങ്കിലും കൊടുത്താൽ അത് കഴിക്കും. അരിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് വേവിക്കാതെയാണ് അദ്ദേഹം കഴിക്കുന്നത്. ഇത് ഒരു വാഴയിലയിൽ പൊതിഞ്ഞ് താമസിക്കുന്ന പാറയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് വെയിലിൽ അത് പകുതി വെന്തോ വേഗാതെയോ ഒക്കെ കഴിക്കുന്ന ഒരു പ്രകൃതക്കാരൻ, ഒരു പ്രാക്തന ഗോത്രവർഗത്തിൻ്റെ എല്ലാ
സ്വഭാവ രീതികളും വെച്ച് പുലർത്തുന്ന ഒരു യുവാവായിരുന്നു ഈ മധു. ഈ മധുവിനോട് ഇത്രയും ക്രൂരത ആ മേഖലയിലെ ജനങ്ങൾ, അവർക്കാർക്കും അറിയാത്ത പുറത്തു നിന്നുള്ള ഒരാളല്ല ഈ മധു. ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് കപ്പയോ അരിയോ മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് ആ കാട്ടിൽ താമസിക്കുന്ന, ആ പാറയിടുക്കിൽ താമസിക്കുന്ന മധുവാണ് എടുത്തത് എന്ന് പറയാൻ പറ്റുന്ന നിലയിലേക്കൊക്കെ ആളുകൾ ചിന്തിച്ചു ആ മേഖലയിൽ ഉള്ളത് എന്നതാണ് അതിശയം. നോക്കൂ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം ഒരു ചെറുപ്പക്കാരനെ, അയാളുടെ മനോനില മോശമാണ് എന്ന് അവർ പലരും പറയുന്നു. അത്തരമൊരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുകയാണ്. അയാൾ ഉടുത്തിരിക്കുന്ന മുണ്ട് ഉരിഞ്ഞ് അയാളുടെ കൈകൾ കെട്ടി അയാളുടെ ശരീരം ബന്ധനത്തിലാക്കി അയാളെ മർദ്ദിക്കുന്നു. അത് പകർത്തി, അത് സെൽഫിയാക്കി, അത് നവമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് മറ്റൊരു മാന്യൻ. ഇതാണ് നാട്ടിൽ നടക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതാണ്. ഇത്തരം മാനസികാവസ്ഥയിലേക്ക് ഒരു സമൂഹം അപ്പാടെ മാറുന്നു എന്നതാണ് ഏറ്റവും ക്രൂരവും നമ്മളെ അങ്ങേയറ്റം ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്. ആൾക്കൂട്ട നീതി നിർവഹണത്തിന് അവസരമൊരുക്കി കൊടുക്കുകയാണോ പോലീസ് എന്ന് ആശങ്കപ്പെടുന്നു. ഞാൻ ശ്രീ ജോർജ് ജോസഫ് താങ്കളോട് അക്കാര്യം ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ കൊച്ചിയിൽ തീരപ്രദേശത്ത് ഒരു മനോനില തെറ്റിയ സ്ത്രീയെ നാട്ടുകാർ മർദ്ദിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. അപ്പോൾ ആ നാട്ടിലുള്ളവർ പറഞ്ഞത്, പോലീസ് ആ സ്റ്റേഷനിലെ SI പറഞ്ഞു കൈകാര്യം ചെയ്ത് ഇങ്ങ് തന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ഒരു പക്ഷേ അത്തരത്തിലൊക്കെ പറയുന്നത് ഈ രീതിയിലുള്ള ആൾക്കൂട്ട നീതിക്ക്, ഈ നാട്ടുകൂട്ടങ്ങളുടെ ഉത്തരവ് നടപ്പാക്കലിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. ഇത്തരത്തിലുള്ള മനോനില തെറ്റി എന്നൊക്കെ പറയുന്നവരെ അതിൻ്റെയൊക്കെ പേരിൽ ഇടിച്ച് നശിപ്പിച്ച് അവരുടെ പോലീസിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചാൽ ബാക്കി പോലീസ് നോക്കിക്കോളും, ഞങ്ങൾ സുരക്ഷിതരാണ് എന്നൊക്കെയുള്ള ചിന്ത നമ്മളുടെ നീതി പാലകർക്ക് എങ്ങനെയാണ് ശ്രീ ജോർജ് ജോസഫ് കിട്ടുന്നത്? അങ്ങനെ ഒരു ചിന്ത അവർക്ക് വരാൻ പാടില്ലാത്തതല്ലേ? ഈ മനോനില തെറ്റിയവരെ പോലീസിന്റെ കടമയാണ് റോഡിൽ കൂടെ സഞ്ചരിച്ചാൽ അവരെ കസ്റ്റഡിയിലെടുത്ത് അവർക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ കൊണ്ടുപോയി ഹാജരാക്കി അയാളെ കൊണ്ട് ചികിത്സിക്കേണ്ട ഉത്തരവാദിത്തം നിയമപരമായി പൊതുജനങ്ങളെക്കാട്ടിലും പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് മനസ്സിലാക്കാതെ ഈ മനോനില തെറ്റിയ വളരെയധികം ആൾക്കാർ ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുണ്ടാവും. അവരിങ്ങനെ വീട് വിട്ടിറങ്ങുന്നത് അവരെ രക്ഷിക്കേണ്ട ചുമതലയാണ് പ്രാഥമികമായിട്ട് പറയണത്. കാരണം അതുങ്ങൾക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും കഴിവില്ലാത്ത അതുങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ SHOയ്ക്ക് പോലീസിന് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അതൊരു പ്രേരകമാവും. അപ്പോൾ ഇതുപോലെയുള്ള അവർ അക്ഷമരായിട്ടുണ്ടാവും ചിലപ്പോൾ ഇതുപോലെയുള്ള സംഭവം. പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം അതുപോലെ എത്ര സംഭവങ്ങളായി കേരളത്തിൽ. നമ്മുടെ സാക്ഷരത 96% പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 92% എത്തിക്കഴിഞ്ഞവരാണ്. ഇത് എന്തൊരു സാക്ഷരതയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഈ ഹരിജനങ്ങളെയും ആദിവാസികളെയും ഉദ്ധരിക്കുന്ന ഒരു സ്ക്വാഡിൽ 3 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കാസർഗോഡും കണ്ണൂരും വയനാടും കൂടെ വരുന്ന ഏരിയയിൽ അവിടെയുള്ള ആദിവാസികളുടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ പോലീസിന് അങ്ങനെ ഒരു സ്ക്വാഡ് അവിടെയുണ്ട്, ഇപ്പം പാലക്കാടും ഉണ്ട്. ഇതുങ്ങളുടെ അവസ്ഥ സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ നിൽക്കുകയാണ്. എത്ര കോടി രൂപയാണ് സർക്കാർ കൊടുക്കുന്നത്? ഇതൊക്കെ എവിടെ പോകണം? ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. അന്ന് ഞാൻ അവിടെ ഊര് വിസിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ രാമൻ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ രാമൻ്റെ ഒപ്പം ഞാൻ നിന്നു. എനിക്കെതിരായിട്ട് വളരെ ശക്തമായ ഈ സമൂഹത്തിലെ കുറേ ആൾക്കാർ നീങ്ങി അവിടെ. ആ രാമൻ്റെ മകളാണ് ഇന്ന് എല്ലാ ചാനലിലും കാണുന്ന ധന്യ രാമൻ എന്ന് പറഞ്ഞ പെൺകുട്ടി. അത് ആ രാമൻ്റെ ആ ഒരു ഇപ്പോഴത്തെ തലമുറ ഏത് ലെവലിൽ ചെന്നെന്ന് കണ്ടോ? അവർക്ക് ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, കഴിവുള്ളവരാണ്. പക്ഷേ സാമ്പത്തികമായി അവർ സാമ്പത്തികമായി ജീവിച്ചു വന്ന അവസരം നോക്കണം. ഇപ്പം തന്നെ നമ്മൾ ഈ മധുവിനെ നോക്കിക്കോളൂ. ഈ മനുഷ്യന് ഏതെങ്കിലും കടയിൽ പോയി എന്ത് സാധനം എടുത്താലും ശരി 50 രൂപ 100 രൂപയുടെ സാധനം എടുത്താൽ പെറ്റി മാറ്ററാണ്. അതിന് പോലീസിൽ നടപടിയില്ല, പോലീസ് കേസില്ല, പോലീസ് അത് തള്ളിക്കളയേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാർ ഇയാളെ ഇത്ര നാളായിട്ടും ഒന്ന് ഉദ്ധരിക്കാനായിട്ട് ആ പഞ്ചായത്തുള്ള ആർക്കും സാധിച്ചില്ലല്ലോ. എന്തൊരു മനുഷ്യത്വമാണ് മലയാളിക്ക്, എന്തൊരു കപടന്മാരാണ് മലയാളികൾ. എന്തുമാത്രം ആൾക്കാർ ഈ കഞ്ഞി വീഴ്ത്ത് റോഡ് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാവത്തിന് ഇന്ന് വരെ ഉദ്ധരിക്കാനായിട്ട് ആ പഞ്ചായത്ത് ആളില്ലാതെ വന്നില്ലേ?
എന്തൊരു അവസ്ഥയാണ് മനുഷ്യൻ്റെ, നമ്മളെപ്പോലെയുള്ള മനുഷ്യൻ്റെ അവസ്ഥ ഇത് കണ്ടിട്ട്, ഈ ചാനലിൽ കണ്ടിട്ട് എനിക്ക് വളരെ മാനസിക ബുദ്ധിമുട്ടാണ്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണേലും ഇവരുടെ ഊരുകളിലൊക്കെ 2-3 വർഷം സഞ്ചരിച്ച വ്യക്തിയാണ്. ഈ അവസ്ഥ മാറണം. 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ 5 കോടി പോലും ഇവരുടെ എത്തുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കി, ഇതിൽ പ്രവർത്തിക്കുന്ന ഈ സർക്കാരിൻ്റെ ഏജൻസികളും പൊതുജനങ്ങളും നമുക്ക് ഈ തലമുറയിൽ, ഈ മധുവിനെ പോലുള്ള തലമുറയിൽ ഈ ഒരു തലമുറക്കാരനെ ഇപ്പം നന്നാക്കാൻ പറ്റില്ല. അവരുടെ അടുത്ത തലമുറയെ മാത്രമേ നന്നാക്കാൻ പറ്റുള്ളൂ. അവരെ നമ്മുടെ സഹോദരങ്ങളായി കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള മനസ്സുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അവർ നമ്മളെ തെറി വിളിക്കും, നമ്മളെ മർദ്ദിക്കും, മദ്യപിച്ച് സ്ഥിരം മദ്യപാനികളാവും. അത് അവർ ശീലിച്ചു വന്നതാണ് കാട്ടിക്കിടന്നത്. അപ്പോൾ അതുകൊണ്ട് സാമൂഹ്യമായ മൊത്തമായ ഒരു മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഈ സാക്ഷരതക്കാരായ മലയാളികൾ ചിന്തിക്കണം, ചിന്തിച്ചിത് മാറ്റിയെടുക്കണം. ഇത് ഇന്ത്യ മുഴുവൻ ഇന്ന് ഇത് ഫ്ലാഷായ കാര്യമാണ്. എത്ര നാണക്കേടാണ് നമുക്ക് കേരളം അപ്പാടെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചു ഈ സംഭവം എന്ന കാര്യത്തിൽ ശ്രീ ജോർജ് ജോസഫ് ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. ശ്രീ PM വേലായുധൻ, ഇവിടെ നോക്കൂ, 250 ഗ്രാം മുളക് പൊടി, 1 കിലോ അരി, 2 കവർ ബീഡി, പിന്നെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ പോലെ എന്തോ ഒരു സാധനം, ഇതൊക്കെയാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് കിട്ടിയത്. പോലീസ് അയാളെ ജീപ്പിൽ കയറ്റുമ്പോൾ ആ കടയിൽ നിന്ന് ഒരാൾ കുറേ അരിയും കുറച്ച് കപ്പയും കൂടി തൊണ്ടി മുതലാണ് എന്ന് പറഞ്ഞ് ഈ ജീപ്പിൽ കൊണ്ടുവച്ചു. അത്രേ FIR-ലുള്ള വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ്, അതാണ് വലിയ മോഷണമായി കണ്ട് നാട്ടുകാർ നീതി നടപ്പാക്കാൻ ഇറങ്ങിയത്. എനിക്കറിയില്ല ഇതിൽ എന്ത് ചോദ്യമാണ് ചോദിച്ചത്, എന്ത് ചർച്ചയാണ് നടത്തേണ്ടതെന്ന്. നമുക്കൊക്കെ ലജ്ജിക്കാം എന്ന് പറയുകയല്ലാതെ ഇതിനെപ്പറ്റിയൊക്കെ എന്താണ് ശ്രീ PM വേലായുധൻ ചർച്ച ചെയ്യേണ്ടത്? കേരളം ഒരു കൊലക്കളമായി മാറിയതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പം മധുവിൽ സംഭവിച്ചിട്ടുള്ളത്. ബഹുമാനായ പിണറായി വിജയൻ്റെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കൊല ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വ്യക്തമായ ഒരു കണക്കുകൾ കാസ്റ്റ് ബേസ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഭൂരിപക്ഷവും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണ്. എൻ്റെ കയ്യിൽ വ്യക്തമായ കണക്കുകളുണ്ട്. അതൊന്നും വേണ്ട രീതിയിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒരു ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് 19-20 വയസ്സുള്ള വിഷ്ണുവിനെ കൊല ചെയ്തപ്പോൾ ആ വിഷ്ണുവിൻ്റെ വീട് എനിക്ക് നേരിട്ട് കാണാനും വിഷ്ണുവിൻ്റെ അമ്മയെ കാണാനും അവസരം കിട്ടി. വളരെ ദയനീയമായ ഒരു കുടിലിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരനെ വളരെ നിഷ്ഠൂരമായിട്ടാണ് കൊല ചെയ്തത്. കണ്ണമ്മൂലയിലാണ് വിഷ്ണുവിൻ്റെ വീട്. അതേപോലെ ശ്രീകാര്യത്തെ രാജേഷിനെ കൊന്നതും രാജേഷും ഒരു വലിയ പാവപ്പെട്ടവനാണ്. പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനാണ്. വേണ്ട രീതിയിൽ നമ്മുടെ മീഡിയകളിൽ ചർച്ചയ്ക്ക് ആധാരമായില്ല. കുണ്ടറയിലെ പട്ടികജാതിയിൽപ്പെട്ട ഒരു കുഞ്ഞുമോൻ വാഹനയാത്രയിൽ ഹെൽമെറ്റ് ഉണ്ടായില്ല ഒരൊറ്റ കാരണമുള്ളൂ. പോലീസ് അർദ്ധരാത്രി വന്ന് ആ മകനെ ഒരു വലിയ പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അമ്മ വാവിട്ട് പറഞ്ഞു, ഞാൻ രാവിലെ ഹാജരാക്കാം, മകനെ കൊണ്ടുപോകല്ലേ, എന്താണ് പിഴയെങ്കിലും അത് ഞാൻ രാവിലെ അടച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. ആ അമ്മയ്ക്ക് കിട്ടിയത് ജീവനോടെ പോയ കുഞ്ഞുമോനെ മൃതശരീരമാണ് കയ്യിൽ കിട്ടിയത്. ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ കേരള പോലീസ് നമ്മൾ ജനമൈത്രി പോലീസ് എന്നാണല്ലോ പറയണേ. ഇപ്പോൾ പുതിയ പേരങ്ങനെയാണല്ലോ. ആ ജനമൈത്രി പോലീസിൻ്റെ സംഭവങ്ങളുടെ ഒരു രത്നച്ചുരുക്കം അടിമുടി പരിശോധിച്ചാൽ മനസ്സിലാകും. പക്ഷേ ഇതിൽ പോലീസിനെ നമുക്ക് ആ നിലയ്ക്ക് കുറ്റപ്പെടുത്താം. ശ്രീ അല്ല, ഞാൻ ഒന്ന് പറഞ്ഞു വന്നോട്ടെ. നമുക്കൊരു കാര്യം കൂടി, ഇതിൽ നാട്ടുകാർക്കുള്ള ഒരു പങ്ക്, ഈ മനുഷ്യൻ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകി ജീവിക്കുന്നുവെങ്കിൽ, അയാൾക്ക് മനോവിഭ്രാന്തി ഉണ്ടെങ്കിൽ അയാളെ ആ നിലയ്ക്ക് വേണ്ടുന്ന ചികിത്സ നൽകേണ്ടുന്ന ഒരു ബാധ്യത ആ മേഖലയിലുള്ളവർക്കുണ്ടല്ലോ, പൊതുപ്രവർത്തകർക്കടക്കമുണ്ടല്ലോ. അത് വിസ്മരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഈ സംഭവത്തിൽ ഈ മധുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കളവിൻ്റെ പേരിൽ കൈകാല് ബന്ധിച്ച് ശാരീരികമായി മർദ്ദിച്ച് പോലീസും ചെയ്ത് കാണും. ഇത്
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വടക്കേ ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇന്ന് കേരളം എന്തായിരിക്കും സ്ഥിതി, ഇന്നത്തെ ചർച്ചകൾ എന്തായിരിക്കും സ്ഥിതി? കാരണം ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് ഏതാണ്ട് 14ഓളം പട്ടികജാതി യുവാക്കൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. പാവറട്ടിയിലെ വിനായകൻ്റെ സ്ഥിതി എന്തായിരുന്നു? വിനായകൻ്റെ സ്ഥിതി വളരെ പൈശാചികമായിരുന്നു. മൃഗീയമായ കൊലപാതകം നടത്തി അച്ഛൻ്റെ മുമ്പിൽ വെച്ച് എന്തെല്ലാം അസഭ്യങ്ങളും. കേരളത്തിൽ ഈ സർക്കാരിന് കീഴിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് മധുവിന്റെ ഈ ദാരുണാന്ത്യം എന്നാണ് താങ്കൾ പറയുന്നത്. ഏതായാലും അക്കാര്യത്തിൽ അതേ നിലയിൽ രാഷ്ട്രീയമായി അതിന് മറുപടി പറയാൻ പറ്റുന്നവർ നിലവിൽ നമ്മളുടെ പാനൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ സർക്കാരിനെതിരെ പോലും പ്രതിപക്ഷ പാർട്ടികൾക്ക് വിമർശനം ഉന്നയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കും. നാളെ അവിടെ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. BJPയും മറ്റ് UDFും ഇതര പ്രതിപക്ഷ സംഘടനകളും ഒക്കെ അവിടെ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന വിമർശനം ആ നിലയ്ക്ക് ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഈ മധുവിനെ മർദ്ദിച്ച് പോലീസിന് ഏൽപ്പിക്കുമ്പോൾ അന്നാട്ടിൽ ഈ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്നവരെ കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന മധുവിനെ വ്യാഴാഴ്ച 3 മണിയോടെ മുക്കാലി ജംഗ്ഷനിലെ CITU നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. അവിടെ വെച്ച് കുറ്റവിചാരണ നടത്തി, കൈ ബന്ധിച്ച് കുറ്റവിചാരണ നടത്തി. നാട്ടുകാർ മർദ്ദിച്ചു, ചവിട്ടി, കള്ളൻ എന്ന് വിളിച്ചു, എന്നെ ആക്ഷേപിച്ചു എന്ന് പോലീസിന് മധു മൊഴി കൊടുത്തിട്ടുണ്ട്. പേരും പറഞ്ഞിട്ടുണ്ട്: ഹുസൈൻ, മാത്തച്ചൻ, മനു, അബ്ദുറഹ്മാൻ, അബ്ദുൽ ലത്തീഫ്, അബ്ദുൽ കരീം, AP ഉമ്മർ, ഇങ്ങനെ പേരും FIRൽ ഈ മധു പറഞ്ഞതനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മധു മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാർ എടുത്തു കൊടുത്ത അരിയും കപ്പയും പോലീസ് ഈ തൊണ്ടി മുതലിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ശ്രീ സുരേഷ് കുമാർ ഇതിൽ നിന്ന് മധു അദ്ദേഹത്തെ മരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൊലപാതകം വളരെ ഇതമായ നിലപാടുകൾ പോലെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഗതി മനുഷ്യന്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ സംരംഭം കേരളത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു പാവപ്പെട്ട ആദിവാസിയെ ഇങ്ങനെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു രീതി, അത് ഒരിത്തരത്തിലും മാതൃകാപരമായി ശിക്ഷാ നടപടികൾ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുമെന്നാണ് എനിക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള നടപടികളിൽ ഈ കേരളത്തിലെ ഇന്ന് അധികാരത്തിലുള്ള ഗവൺമെൻറ് പിന്നോക്കക്കാരനോടും ആദിവാസിയോടും അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. അതിൽ ഞങ്ങൾ സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീമാൻ AK ബാലൻ അതിൽ നന്നായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് നിയമവകുപ്പ് മന്ത്രി കൂടെയാണ്, നന്നായിട്ട് അതിൽ പ്രതികരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി നന്നായിട്ട് അതിൽ പ്രതികരിച്ചു കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്കൊരു നീതി ഉണ്ടാകും എന്നാണ് ആദിവാസി ക്ഷേമസമിതി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കേരളം എന്ത് പറഞ്ഞാൽ ഇതിൽ അക്കാര്യത്തിൽ ഞങ്ങൾ രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. ഇനി കേരളത്തിൽ ഇന്ത്യയിലാകാൻ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഇതിൽ ആരൊക്കെയാണ്, അതിൽ രാഷ്ട്രീയ കൊടിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും നിറം നോക്കാതെ വളരെ ശക്തമായ നടപടി, മാതൃകാപരമായ നടപടി ഉണ്ടാവണം. അതിനുവേണ്ടി ആദിവാസി ക്ഷേമസമിതി എന്ന നിലയിൽ ഞങ്ങൾ നന്നായിട്ട് പ്രതികരണ സമരപരിപാടിയുമായി, പ്രത്യക്ഷമായ സമര പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് വരും. അത് കേരളത്തിലെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി, അതിലുപരി ഞങ്ങളുടെ സംഘടനാപരമായ വിഷയത്തെ ഏറ്റെടുക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ PA പൗരൻ, ഇവിടെ ആദിവാസികളുടെ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അവർക്ക് ലഭിക്കുന്ന പണം, അവർക്ക് നൽകേണ്ടുന്ന വകയിരുത്തുന്ന പദ്ധതികൾക്കായി നൽകുന്ന പണം എവിടെ പോകുന്നു എന്ന ചോദ്യമൊക്കെ നമ്മൾ അട്ടപ്പാടിയിലെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പക്ഷേ ആ പണമൊക്കെ ഏതിലേലും പോകുന്നുണ്ടാകാം, ആരുടെയൊക്കെ കൈകളിലുണ്ടാകാം. അതവിടെ നിൽക്കട്ടെ. ഭൂമി, അവർക്ക് ലഭ്യമാകേണ്ടുന്ന ഭൂമി അവർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ മധു പാറയിടുക്കിൽ താമസിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം നാട്ടുകാരെ അഭിമുഖീകരിക്കാൻ പോലും കഴിയാത്തത്ര അന്തർമുഖത്വമുള്ള ഒരു വിഭാഗമായതുകൊണ്ട് മധു പാറയിടുക്കിൽ താമസിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ, ആ വിഭാഗത്തെയൊക്കെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ ആഭിമുഖ്യം പുലർത്തുന്നു എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ആ മേഖലയിലെ പൊതുപ്രവർത്തകർ, സർവോപരി ഈ മുഖ്യധാരയിൽ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മളൊക്കെ ഇപ്പോൾ ആ മേഖലയിലൊക്കെ താമസിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ചെറുപ്പക്കാരനെ ആട്ടിപ്പായിക്കുക, ഇവനെ കള്ളനാണ് എന്ന് മുദ്രകുത്തി കാട്ടുനീതി നടപ്പാക്കുക, ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ നവോത്ഥാനത്തെ പറ്റിയും പരിഷ്കൃത സമൂഹത്തെ പറ്റിയും ഒക്കെയുള്ള കേരളത്തിൻ്റെ വീമ്പ് പറച്ചിലുകൾക്കൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് ഇന്ന് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ നിലയ്ക്ക് വേണ്ടേ അതിനെ കാണേണ്ടത്?
വിജയകുമാർ, ഇവിടെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ സന്തോഷ് കുമാർ ആദിവാസി ക്ഷേമസഭയുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് വളരെയധികം പ്രയാസം തോന്നുകയാണ്. കാരണം 1975 ഒരു നിയമം കേരളത്തിൽ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് ആദിവാസികളുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭൂമി മുഴുവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ആ നിയമം ഉണ്ടാക്കിയത്. അടിയന്തരാവസ്ഥ കാലത്ത് സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമം അനുസരിച്ച് ആദിവാസികൾക്ക് ഭൂമി കിട്ടുകയാണെങ്കിൽ ആദിവാസികൾക്ക് അവരുടെ ഭൂമിയിൽ, പ്രത്യേകിച്ചും അട്ടപ്പാടി മേഖലയിൽ അവരുടെ ഭൂമിയിൽ അവരുടെ പാരമ്പര്യമായ കൃഷികൾ ചെയ്തുകൊണ്ട് അവരുടെ ഉപജീവനം നടത്തുവാനും അതുവഴി ആ ആദിവാസികളുടെ വംശം നിലനിർത്തുവാനും സാധിക്കുമായിരുന്നു. പക്ഷേ ആദിവാസികൾക്ക് ആ ഭൂമി ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ അട്ടപ്പാടിയിലുള്ള ആദിവാസികളിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഭൂമിയില്ലാതെ അവരുടെ ഭൂമി മുഴുവൻ വന്നവാസികൾ, അതായത് തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും വന്നിട്ടുള്ള, അതേപോലെ തന്നെ കോയമ്പത്തൂർ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഗൗണ്ടർ ഉൾപ്പെടെയുള്ളവർ കയ്യേറി അവരുടെ ഭൂമി, കൃഷിഭൂമി മുഴുവൻ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ ജലത്തിൻ്റെ സ്രോതസ്, കുടിനീരിൻ്റെ സ്രോതസ്സുകൾ പോലും ഇത്തരം ആൾക്കാർ വന്നവാസികൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ യുവാവിന് സ്വന്തം വീട്ടിൽ താമസിക്കാൻ നിവൃത്തിയില്ലാതെ വന്നിരിക്കുന്നു. ഭക്ഷണം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഇതേപോലെയുള്ള ഒരു കൃത്യം ചെയ്യേണ്ടി വന്നത്. ഇവിടെ ലളിത് മോഡി, ക്രിക്കറ്ററായിട്ടുള്ള ലളിത് മോഡി കോടികൾ കട്ടുകൊണ്ട് വിദേശത്തേക്ക് കടന്നു. മല്ലയ്യ 9,000 കോടി രൂപ കട്ടുകൊണ്ട് വിദേശത്തേക്ക് കടന്നു. ഏറ്റവും അവസാനം നീരവ് മോഡി 11,400 കോടി രൂപ കട്ടിട്ട് വിദേശത്തേക്ക് കടന്നു. അവരെ ആരെയും ഇവിടുത്തെ സദാചാര പോലീസോ അല്ലെങ്കിൽ നേരത്തെ ശ്രീ വേലായുധൻ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി മോഡിയോ അല്ലെങ്കിൽ മറ്റുള്ള ഭരണകൂടത്തിൻ്റെ വക്താക്കളോ അവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ സാധിച്ചില്ല. അവർക്കുള്ള മുഴുവൻ സഹായങ്ങൾ ഇപ്പോഴും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ആദിവാസി പയ്യൻ്റെ അല്ലെങ്കിൽ യുവാവിൻ്റെ ഇതേമാതിരിയുള്ള ക്രൂരമായിട്ട് അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത രീതി ആലോചിക്കുമ്പോൾ ഇവരുടെ വംശനാശമാണ് ഈ വന്നവാസികളും അതേപോലെയുള്ള ഇവിടുത്തെ സമൂഹവും ആഗ്രഹിക്കുന്നത്. കാരണം ആദിവാസികളുടെ കയ്യിൽ ഇപ്പോഴും കുറച്ച് ഭൂമി അവശേഷിക്കുന്നുണ്ട്. ആ ഭൂമി അവരുടെ കയ്യിൽ നിന്ന് സ്വന്തമാക്കണമെങ്കിൽ ശ്രീ AK ബാലനെ AK ശൈലജമാരും ഈ സംസ്ഥാനത്ത് ഭരണം നടത്തുമ്പോൾ ഇത്തരം സംഭവങ്ങൾ അനിവാര്യമായ ഒരു കാര്യമായിട്ടാണ് ഈ വന്നവാസികളും നമ്മുടെ സമൂഹം കാണുന്നത്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കൾക്ക് അതിന് മറുപടി ഉണ്ടാവും. ഇപ്പോൾ CK ശശീന്ദ്രൻ MLA കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. CK ശശീന്ദ്രൻ, താങ്കൾ ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, താങ്കൾ പ്രതികരിച്ചിട്ടുണ്ടാകും. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ, ഇപ്പോൾ ഈ 3 പ്രതികളുടെ അറസ്റ്റുണ്ടായി, പോലീസ് നടപടികൾ സ്വീകരിച്ചു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് ഈ മേഖലയിൽ സംഭവിച്ചു എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർക്ക് ഈ രീതിയിൽ ഒരു ചെറുപ്പക്കാരനോട് അല്ലെങ്കിൽ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനോട് ഇങ്ങനെ പെരുമാറാൻ തോന്നുന്നു, ആ മനോനില അവിടുത്തെ ആളുകൾക്കുണ്ടാകുന്നു എന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളെ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നുണ്ടാകില്ലേ ശ്രീ CK ശശീന്ദ്രൻ? തീർച്ചയായും കേരളമാകെ ആശങ്കപ്പെടുന്ന, ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അട്ടപ്പാടിയിൽ നടന്നിരിക്കുന്നത്. ഒരു ആദിവാസി ചെറുപ്പക്കാരനെ ഒരു കൂട്ടം ആൾക്കാർ മർദ്ദിച്ച്, കൊലപാതകത്തിൻ്റെ കാരണം നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും, അല്ലെങ്കിൽ മരണത്തിൻ്റെ കാരണം, കൊലപാതകത്തിൻ്റെ അല്ല മരണത്തിൻ്റെ കാരണം, എന്തായാലും ഒരു കൂട്ടം ആൾക്കാർ വളരെ ഹീനമായ രീതിയിൽ മർദ്ദിച്ചു എന്നുള്ളത് ജനാധിപത്യ കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ്. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഏറ്റവും ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആ സംഭവത്തെ അപലപിച്ചു. 3 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് നിങ്ങളിപ്പോൾ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് 10ഓളം പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ്. ഏതാണ്ട് കൃത്യമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. 10ഓളം പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. ആ യുവാവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോഴുള്ളത്. നാളെ കേരളത്തിൻ്റെ പട്ടികവർഗ വകുപ്പ് മന്ത്രി ആ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കേരളത്തിന് ഒരിക്കലും വെച്ചു ഉറപ്പിക്കാൻ വേണ്ടി ഇത് കഴിയില്ല. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ആദിവാസി ചെറുപ്പക്കാരനെ
ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്നുള്ളത് നമ്മളെല്ലാം അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നല്ല ജാഗ്രതയോടെ കാണേണ്ടതാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന പോലെ കേരളത്തിൽ നടന്നു എന്നുള്ളത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടിയുമാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പട്ടികവർഗ വകുപ്പ് മന്ത്രിയുമെല്ലാം നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കാൻ പോലീസുകാർക്കൊക്കെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഗവൺമെന്റ് ഈ ജനവിഭാഗങ്ങളോടൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദിവാസികളോടൊപ്പമാണ് ഗവൺമെന്റ് എന്ന കാര്യത്തിൽ ശ്രീ കെ ശശീന്ദ്രൻ ഇവിടെ എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ PM വേലായുധനാണ്. അദ്ദേഹം താങ്കൾ വരുന്നതിന് മുമ്പ് ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വ്യാപകമായി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വേട്ടയാടപ്പെടുകയാണ്. അതിൽ വിനായകൻ കസ്റ്റഡിയിൽ മരിച്ചതടക്കമുള്ള പ്രശ്നങ്ങൾ ശ്രീ PM വേലായുധൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ആ നിലയ്ക്ക് രാഷ്ട്രീയമായി ഇതിനെ കാണുകയാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് BJP നേതാക്കൾ ചോദിക്കുന്നത് ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ, യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ബീഹാറിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ ഹർത്താലോ അല്ലെങ്കിൽ പന്തം കൊളുത്തി പ്രകടനമോ വായ്മൂടിക്കെട്ടി പ്രകടനമോ ഒക്കെ ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഇടത് സർക്കാരിന് കീഴിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് അത്തരം ചോദ്യം BJPക്കാർക്ക് CPM നേതാക്കളോട് താങ്കളടക്കമുള്ളവരോട് ചോദിക്കാൻ ഒരു അവസരമായി മാറി ഈ സംഭവം എന്ന രാഷ്ട്രീയ പ്രശ്നവും ഈ ഘട്ടത്തിൽ കാണാതെ പോകരുത് ശ്രീ ശശീന്ദ്രൻ. കേരളത്തിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും പ്രതിഷേധ പ്രകടനം നടത്തുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ഈ ആദിവാസികളോടൊപ്പം ഇരയോടൊപ്പം നിന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു കൂട്ടം ആൾക്കാർ നടത്തിയിട്ടുള്ള അതിപൈശാചികമായ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവത്തെ കേരളത്തിലെ ഗവൺമെന്റ് അതീവ ഗൗരവത്തോടെ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. BJPയുടെ നേതാവ് ശ്രീ വേലായുധൻ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ദളിത് വേട്ട നടത്തുകയാണ്. ഇന്ത്യയിൽ ഒരു ദിവസം 2 ദളിതർ ആക്രമിക്കപ്പെടുന്നുണ്ട്, 2 ദളിതരുടെ വീട് ആക്രമിക്കപ്പെടുന്നുണ്ട്, 2 ദളിതർ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്, 2 ദളിതർ കൊല ചെയ്യപ്പെടുന്നുണ്ട്. അത് BJP രാഷ്ട്രീയമായിട്ട് ആ അർത്ഥത്തിലാണ് മറുപടി പറയേണ്ടത്. ഞാൻ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനല്ല ശ്രമിക്കുന്നത്. ഇത് കേരളം അംഗീകരിക്കുന്ന ഒരു സംസ്കാരമല്ല. കേരളത്തിൻ്റെ ഒരു പൊതു ജനാധിപത്യ ബോധമുണ്ട്. ഒരു സംഭവം ഉണ്ടായാൽ ആളുകൾ അതിൽ ഇടപെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് അട്ടപ്പാടിയിലെ ജനങ്ങൾ അത് നോക്കി നിന്നു, സെൽഫി എടുത്തു എന്ന് കൂടെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി രാഷ്ട്രീയം പറയണമെങ്കിൽ മറ്റു പലതും നമുക്ക് പറയാം. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആരെങ്കിലും പ്ലാൻ ചെയ്തതാണോ, ഗവൺമെന്റ് വീഴ്ചയുടെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടാണോ? അല്ല. ഒരു പ്രദേശത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ നടത്തിയിട്ടുള്ള, ഞാൻ മറ്റു ഭാഷകളൊന്നും ഉപയോഗിക്കുന്നില്ല, സാമൂഹ്യ ദ്രോഹപരമായിട്ടുള്ളൊരു നിലപാടാണത്. ഇത് നമ്മുടെ സാമൂഹ്യ നീതിക്കെതിരായിട്ടുള്ള നിലപാടാണ്. ഇതല്ല കേരളത്തിന്റെ മനോഭാവം, ഇതല്ല കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. പാർട്ടികളൊക്കെ എല്ലാവർക്കും പലതും ഉണ്ടായിരിക്കാം. കേരളം അങ്ങനെയാണോ ചിന്തിക്കുന്നത്? കേരളത്തിലെ BJPക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? കേരളത്തിലെ രാഷ്ട്രീയമില്ലാത്തവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുകയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഗവൺമെന്റ് ആരാരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഗവൺമെന്റ്, ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ചോളം 10ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കും. ഒരു ഗവൺമെന്റ് അതൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുക. അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിലൊരു ഗവൺമെന്റ് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക എന്നതാണല്ലോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ സാധ്യമാവും. അത് സർക്കാർ ചെയ്യുന്നുണ്ട്. ഇത് നാട്ടുകാർ, അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാകും. അപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണാർക്കാട് MLAയുടെ അനുയായി, അയാളാണ് സെൽഫി എടുക്കുന്നത്. ആ സെൽഫി എടുക്കുന്ന അയാളെടുത്ത സെൽഫിയിലൂടെയാണ് ഇത് പുറത്തു വന്നത്. അപ്പോൾ അയാൾക്ക് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കില്ല എന്ന് പോലീസിന്റെ റിപ്പോർട്ടിലും അയാളുടെ പേരില്ല. അപ്പോൾ ഇത് ആ ആൾക്കൂട്ടത്തിൻ്റെ ഒരു മനോഭാവമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഒരു സർക്കാരിനെ പഴി പറയാൻ കഴിയുക? കസ്റ്റഡിയിൽ വെച്ച് ആയിരുന്നു ഈ മനുഷ്യൻ, ഈ രീതിയിൽ സെല്ലിൽ അടയ്ക്കപ്പെട്ട ശേഷമായിരുന്നു മരിച്ചതെങ്കിൽ അവിടെ പോലീസ് മർദ്ദനം, അവിടെ ഗവൺമെന്റിനെ വിമർശിക്കാമായിരുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യം ഇവിടെ ഇല്ലല്ലോ. ഞാൻ അതിനു മുമ്പ് ബഹുമാനപ്പെട്ട പൗരൻ പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. 75-ലെ പട്ടികജാതി പട്ടികവർഗ ആദിവാസി ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോൾ അതിൽ പറഞ്ഞത് ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്നാണ് ആ നിയമത്തിൽ ശക്തമായി പറഞ്ഞിട്ടുള്ളത്. ഇത് 75-ൽ പാസ്സാക്കിയ നിയമസഭയിലെ ഐക്യകണ്ഠമായ ഒരു പ്രമേയമാണ്. അവിടെ ഒരാൾ പോലും അതിനെ എതിർത്ത് നിന്നിട്ടില്ല. അന്ന് BJPയുടെ MLA നിയമസഭയിൽ ഇല്ലല്ലോ, ഇന്നാണ് ആകെ ഉള്ളത്. 75 തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ എത്ര മുഖ്യമന്ത്രിമാർ ഇവിടെ വന്നു? 2 കൂട്ടരും മാറി മാറി വന്നു. ഇന്നും ആദിവാസികൾക്ക്
ഒരു തുണ്ട് ഭൂമിയില്ലാതെ അട്ടപ്പാടിയിൽ തന്നെ കുടിവെള്ളമില്ല, വീടില്ല, വൈദ്യുതിയില്ല. ഈ ഒരു അവസ്ഥയിൽ ആദിവാസികളെ എത്തിച്ചെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരുകൾക്കാണ്. ഈ സംഭവങ്ങളിലെ പുറകിലെ ഇവർ ചൊവ്വേ നേരെ പാവങ്ങൾക്ക് വേണ്ടി പടപൊരുന്നു എങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഇവിടെ ഉണ്ടാകില്ല. തന്നെയുമല്ല, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഈ ആഭ്യന്തര വകുപ്പ്. ഇതൊരു കുത്തഴിഞ്ഞ് കിടക്കാണ്. ആർക്കും എന്തും ചെയ്യാവുന്നൊരവസ്ഥ കേരളത്തിൽ ചെന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ സുഹൈബിൻ്റെ കൊലപാതകം നടന്നിട്ട് ചൂടാറിയിട്ടില്ലല്ലോ. അതിനുശേഷമല്ലേ ഈ സംഭവം. ഈ സർക്കാർ തീർത്തും വെട്ടിൽ ചാടിയേക്കാണ്. ഇന്ന് അവരുടെ പ്രമേയത്തിൽ തന്നെ, അവരുടെ റിപ്പോർട്ടിൽ തന്നെ പറയണത് ആദിവാസി ദളിത് വിഭാഗങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ അവർ സമ്മതിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? ഇത്രയും കാലം ഈ പാവങ്ങളെ ഇവർ വഞ്ചിച്ച് പറ്റിച്ച് ഇത്രയും കാലം ഈ കൊടിയും പിടിപ്പിച്ച് കൊണ്ട് നടന്ന് ഇന്ന് ഈ പാവപ്പെട്ട ജനത ഇവരുടെ തെറ്റുകൾ ചെയ്തികൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ കളം വിടുമ്പോൾ ഈ മധുവിൻ്റെ കൊലപാതകം ആ തരത്തിലേക്കല്ല പറയുന്നത്. ഈ മധുവിൻ്റെ കൊലപാതകത്തിൻ്റെയും പുറകിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടില്ലുള്ളൂ. ആരാണിതിൽ ഈ പിടിച്ചു നിർത്തി കൈ കെട്ടിയത്, കാല് കെട്ടിയത്, ഈ മർദ്ദിച്ചത് ആരാണ്? എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് അവിടുത്തെ പ്രാദേശിക ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ പ്രാദേശിക സെക്രട്ടറി ഉൾപ്പെടെ ഈ മർദ്ദനത്തിലുണ്ട്. അവരുടെ നല്ല പങ്കാളിത്തമുണ്ട്. അത് അന്വേഷിച്ചുമെല്ലാം കണ്ടെത്താൻ സാധിക്കും, നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. കേരളത്തിലെ ഏറ്റവും സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനം പുലർത്തുന്ന ഈ കേരളത്തിലെ ആദിവാസികളും ദളിതന്മാരും ഇന്ന് അവർ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഇന്ന് എറണാകുളം ജില്ലയിലെ പൊങ്ങഞ്ചോട് ആദിവാസി കോളനിയിൽ നിന്നും 4 ആദിവാസി അമ്മമാരും ഒരു യുവാവും എന്നെ കാണാൻ വന്നു. അവരുടെ പ്രശ്നവും ഭൂമിയുടെ പ്രശ്നം, സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇടനിലക്കാർ തട്ടിക്കൊണ്ടു പോകുന്നു, അത് സൂചിപ്പിക്കാനാണ് വന്നത്. കല്യാണി രാമൻ, അതായത് പൊങ്ങഞ്ചോട് കോളനിയിലെ രാജപ്പൻ ഉണ്ണി, പ്രകാശ് രാമൻ, വെള്ളാൽ തങ്കപ്പൻ, പൊന്നപ്പൻ. അതിനടുത്ത് വേറൊരു പ്രശ്നം നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ഇവർക്ക് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇടനിലക്കാർ തട്ടിക്കൊണ്ടു പോകണം എന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയെ സമയത്ത് പറഞ്ഞ ഒരു 100 രൂപ കേന്ദ്രം അനുവദിച്ചാൽ യഥാർത്ഥ ആദിവാസിയുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് 10 രൂപയായിട്ട് മാറുന്നു. ഈ അവസ്ഥ ഉണ്ടെന്ന് അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്. എന്തുകൊണ്ട് കേരളം മാറിയില്ല? എന്തുകൊണ്ട് കേരളം മാതൃകയായില്ല? ഇന്നും ഇപ്പോൾ ജിഷ കൊലപാതകം രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയതല്ലേ. ആ ജിഷയുടെ വീട് പലവരും പോയി കണ്ടിട്ടുണ്ടല്ലോ. എന്താ സംഭവിച്ചത്? ഒരു ജിഷ നഷ്ടപ്പെട്ടില്ലേ? എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ ഭരണകക്ഷികൾ, പ്രതിപക്ഷങ്ങൾ ഈ പാവങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പേര് പറഞ്ഞ് അവരെ ഇപ്പോഴും കൊള്ളയടിക്കുന്നു ബിജെപിയുടെ കാര്യത്തിലെ നിലപാട്. ശരി, ശ്രീ ജോർജ് ജോസഫ്, താങ്കൾക്ക് പോകാൻ തിരക്കുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പോലീസിന് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം പ്രതികളെ പറ്റി വിവരം കിട്ടി. എനിക്ക് ചോദിക്കാനുള്ളത്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റഡിയിൽ വെച്ച് അല്ലെങ്കിൽ ഈ ജീപ്പിൽ കയറ്റിയ ശേഷം പോലീസും മർദ്ദിച്ചു എന്ന ആക്ഷേപം പോലീസിന് നേരിടേണ്ടി വരുമോ ഈ കേസിൽ? ഇല്ല, ഇതിനകത്ത് പോലീസ് ഒരു കാര്യം മറന്നുപോയി. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസ് എടുക്കണമെങ്കിൽ എത്ര പേരുടെ പുറകെ നടന്നിട്ട് വേണം ഒരു കേസ് എടുക്കാനായിട്ട്. ഇവിടെ ഈ ഒരു പെറ്റി തെഫ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് തള്ളിക്കളയേണ്ട കേസാണ്. എന്തുകൊണ്ട് ഈ പാവത്തിനെതിരായിട്ട് ഒരു മോഷണത്തിന് കേസെടുത്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണത്. പോലീസ് വേറും പെറ്റിയായ ഒരു കേസ് എടുക്കാൻ പാടില്ല എന്ന നിയമപുസ്തകത്തിലും പോലീസ് ആക്ടിനകത്തും ഒക്കെ പറയുന്നുണ്ട്. ഈ പാവത്തിന്റെ 50 രൂപ 100 രൂപയുടെ മോഷണം നടത്തിയാലും ഇതുപോലുള്ള ഒരു മനുഷ്യനെതിരായിട്ട് കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദ്യമായിട്ട് നടപടിയെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതൊന്ന്. രണ്ടാമത്, ഇവിടെ ഈ പാവത്തിന്റെ ചുറ്റും കൂടി നിന്ന് ആഹ്ലാദിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നവർ എത്ര പേരുണ്ടെങ്കിലും ശരി, അത്രയും പേരെയും SC/ST ആക്ടിനകത്ത് പെടുത്തണം. അദ്ദേഹത്തിനെ അവഹേളിച്ചതിന് പെടുത്തണം. രണ്ടാമത്, മോഷണം നടത്തി ആരോപിച്ച് കൊണ്ടിരുന്ന ഇയാൾ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന ആളാണെങ്കിൽ അതിന് ആദ്യമായിട്ട് കേസെടുക്കാനും അവർക്കെതിരായിട്ട് ഇയാളെ മർദ്ദിച്ചതിന് കേസെടുക്കാനും പോലീസ് തുനിയേണ്ടതായിരുന്നു. അതിപ്പോൾ ഒരു കൊലപാതകം നടന്നപ്പോഴല്ലേ കേസ് വന്നത്. അതിന് മുമ്പിലുള്ള അവസ്ഥയാണ് ഞാൻ പറയണത്. അവിടെ എല്ലാം പോലീസിന് അമ്പേ പരാജയം തന്നെയാണ്. തെറ്റി.
ഇപ്പോഴത്തെ പോലീസിന്റെ മനസ്സെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സംഭവം വിളിച്ചു നിന്ന് നോക്കിക്കോളൂ, ആ ഷർട്ട് ഇട്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരനിട്ടിരിക്കുന്ന ഷർട്ട് കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ വേഷം കണ്ടില്ലേ? ഇത് എങ്ങനെ തോന്നി ഇവരുടെ മനസ്സിൽ ഒരു കേസെടുക്കാനായിട്ട്, ഒരു മോഷണ കേസെടുക്കാനായിട്ട്? അതുകൊണ്ട് പോലീസ് അടിമുടി മാറിയേ വെക്കുള്ളൂ. SC/ST ആക്ടും ആദിവാസികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പോലീസ് മുൻപന്തിയിൽ വരണം. എങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള തട്ടിപ്പും വെട്ടിപ്പും കണക്കാക്കാനൊക്കെ ഉള്ളൂ. 10-25 വർഷം കൊണ്ട് ഞാനിത് കാണുന്നതാണ്. ഞാൻ ആ സ്ക്വാഡിൽ ഇരുന്ന മനുഷ്യനായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവരെ ഉദ്ധരിക്കാനായിട്ട് കേരളത്തിൽ എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തകരുണ്ട്. ഈ മനുഷ്യൻ കാട്ടിക്കിടക്കുന്ന ഈ മനുഷ്യന് ഇന്ന് വരെ ആരും കണ്ടില്ലല്ലോ. ഇപ്പോഴല്ലേ നമ്മൾ കണ്ടുള്ളൂ. എത്ര പേര് ഇതുപോലെ കാട്ടിക്കിടക്കുന്നുണ്ട്? അവരെ ഉദ്ധരിക്കാൻ ആരാണ്? ഏത് സാമൂഹ്യ പ്രവർത്തകനാണ് ഇവിടെ വന്നു ചേരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ മാറി ചിന്തിക്കണം, തീർച്ചയായിട്ടും മാറി ചിന്തിക്കണം. കേരളത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരും ഗവൺമെന്റ് ഏജൻസികളും മിഷനറികളും പോലീസ് ഉൾപ്പെടെ ഈ കാട്ടിക്കിടക്കുന്ന ഇതേ അവസ്ഥയിൽ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ആദ്യം ഉദ്ധരിക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. ശ്രീ CK ശശീന്ദ്രൻ, ഇന്ന് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഈ പ്രവർത്തന റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ വന്ന വാർത്ത, അല്ലെങ്കിൽ പ്രവർത്തന റിപ്പോർട്ടിലുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളിൽ ഒന്ന് പാർട്ടിയോടൊപ്പം പാവങ്ങൾ ഇപ്പോഴില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ശ്രീ PM വേലായുധൻ ഇവിടെ ഇപ്പോൾ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു, ഈ മാധ്യമ വാർത്തകൾ. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ പറ്റി താങ്കൾ ഒരുപക്ഷെ തർക്കിക്കുമായിരിക്കും. എങ്കിലും അങ്ങനെ ഒരു ആശങ്ക CPM-നും ഉണ്ടെങ്കിൽ അത് ഈ പാവങ്ങളൊക്കെ CPM-ൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരാശങ്ക പാർട്ടിക്കുണ്ടെങ്കിൽ അട്ടപ്പാടി അടക്കമുള്ള മേഖലകളിലെ ഈ ജനങ്ങളെയൊക്കെ ആ ആശങ്ക പ്രതിദാനം ചെയ്യുന്നുണ്ടാകുമല്ലോ സ്വാഭാവികമായും. അത്തരം വാർത്തകളൊക്കെ തികച്ചും തെറ്റായ കാര്യങ്ങളാണ്. ഞാൻ വരുന്ന വയനാട്ടിൽ നിന്നാണ്. വയനാട് ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന കേരളത്തിലെ ജില്ലകളിൽ ഒന്നാണ്. അവിടെ 2 മണ്ഡലത്തിലും ഒരു സ്ഥലത്ത് ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പ്രതിനിധീകരിക്കുന്ന കൽപ്പറ്റ മണ്ഡലം നല്ലപോലെ ആദിവാസികളും പിന്നോക്ക ജനവിഭാഗങ്ങളുള്ളവരാണ്. അവരെല്ലാം കൂട്ടത്തോടെ ഞങ്ങൾക്ക് വന്ന് വോട്ട് ചെയ്തുകൊണ്ടാണ് ഞാനൊക്കെ ജയിച്ചിരിക്കുന്നത്. അതെല്ലാം തെറ്റായ വാർത്തകൾ. ആ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനും ചർച്ച ചെയ്യാനല്ല നമ്മളിപ്പോൾ മെനക്കെടുന്നത്. അത് വേറെ കാര്യമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നേ ഇല്ല. ആദിവാസികളുടെ ഈ ഗവൺമെന്റ് ഏറ്റവും അങ്ങേയറ്റത്തെ നല്ല നിലയോടാണ് പെരുമാറുന്നത്. 241 TTC പാസ്സായ ആദിവാസി ടീച്ചർമാരെയാണ് വയനാട്ടിൽ നിയമിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമാണത്. ആ ആദിവാസി കുട്ടികൾ ഒരിക്കലും ടീച്ചറാവും വിചാരിച്ചിട്ടില്ല. 241 പേരെയാണ് നിയമിച്ചിരിക്കുന്നത്. ഈ ബജറ്റിൽ ഈ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് സംസ്ഥാന തലത്തിലേക്ക് അടുത്ത വർഷം സംസ്ഥാനാടിസ്ഥാനത്തിൽ എല്ലാ ആദിവാസി മേഖലയിലും നിയമിക്കുമെന്നാണ്. വയനാട്ടിൽ നടത്തിയുള്ള പരീക്ഷണം ഏറ്റവും നന്നായി എന്ന അഭിപ്രായമുള്ളതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഗോത്രബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്ന TTC പാസ്സായിട്ടുള്ള ആദിവാസികളെ ടീച്ചർമാരായിട്ട് നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിലേക്കും എക്സൈസിലേക്കും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുകയാണ്. അവരെ ജോലി കൊടുക്കുകയാണ്. നേരത്തെ ഇവിടെ വേലായുധൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആദിവാസികളുടെ കാര്യത്തിലൊക്കെ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിനെ കുറിച്ച് അങ്ങേയറ്റം മോശമായ രീതിയിൽ. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ എന്താ നടക്കുന്നത് നമുക്കറിയാലോ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കേരളത്തിൽ ഗോത്രജീവിക പദ്ധതിയിലൂടെ ആദിവാസികൾക്ക് കെട്ടിട നിർമ്മാണ മേഖലയിലെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജില്ലയിൽ വയനാട്ടിൽ 10-15 പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാം അതിന് നല്ലപോലെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആദിവാസികളുടെ വീട് ഇനി ആദിവാസികൾ തന്നെ എടുക്കും. അവരെ പറ്റിക്കാൻ വേണ്ടി പാടില്ല. ആദിവാസി വികസനം ആദിവാസി പങ്കാളിത്തത്തോടെ ആയിരിക്കണം, അവരുടെയും കൂടി അഭിപ്രായം ശരിക്കൊണ്ടായിരിക്കണം എന്ന പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ് ഈ ഗവൺമെന്റ്. അതൊന്നും കാണാതെ, അതൊന്നും മനസ്സിലാക്കാതെ വിമർശിക്കുന്നത് അത് തികച്ചും അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ടാണ്. മാർക്സിസ്റ്റ് വിരോധമുള്ളതുകൊണ്ടെന്നും പറയാം. അതിനൊന്നും ചർച്ച ചെയ്യാനല്ല നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ആ കാര്യത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നേ ഇല്ല. കേരളം നല്ലതുപോലെ ഈ കാര്യത്തിൽ ഒരു പൊതുവായ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. BJPയുടെ സർക്കാർ TSP ഫണ്ട് ഇല്ലാതാക്കിയല്ലോ. കേരളത്തിലെ സർക്കാരിന് 1.45% ആദിവാസികളുള്ളെങ്കിലും 2.5% ആദിവാസികളുടെ ജനവിഭാഗങ്ങൾക്ക് ഫണ്ട് നീക്കിവെച്ചിരിക്കുകയാണ്. TSP ഫണ്ട് നിലനിർത്തുകയാണ് കേരളത്തിലെ സർക്കാർ. ഒട്ടേറെ കാര്യങ്ങൾ ആ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ കേരളത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കണ്ടില്ല എന്നടിക്കുന്ന ഒരു നിലപാട് അത് തികഞ്ഞ അന്ധമായ മാർക്സിസ്റ്റ് വിരോധം കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് കിട്ടിയ അവസരം പോലും കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാതെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് രാഷ്ട്രീയമായ കണ്ണോട് കാണുന്നവർക്കേ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി കഴിയൂ. അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമാണ് കേരളത്തിലെ സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അടിയന്തരാവസ്ഥയിൽ കൊണ്ടുവന്ന അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അന്യാധീനം കൊണ്ടുവന്ന ആദിവാസി ഭൂമി പ്രശ്നം നടപ്പിലാക്കുന്നതിന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരായിരുന്നു. ആരും എൻ്റെ കൂടെ നിന്നിട്ടില്ല. അതാണ് 1999 നായനാർ ഗവൺമെന്റ് ആദിവാസി ഭൂസംരക്ഷണ നിയമം പാസാക്കിയത്. അന്നാണ്
കുറഞ്ഞത് ഒരേക്കർ ഭൂമി ആദിവാസികൾക്ക് കൊടുക്കണമെന്ന് നിയമം മൂലം ആദ്യം നിഷ്കർഷിക്കുന്ന നിയമം അതാണ്. സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. 2006 സുപ്രീം കോടതി അംഗീകാരം നൽകുന്നത്. അന്യാധീനപ്പെട്ട ആദിവാസി പ്രശ്നം പരിഹരിക്കാൻ ആ നിയമത്തോടുകൂടി കഴിഞ്ഞു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ യാഥാർത്ഥ്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആളുകളുടെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന രീതി ശരിയല്ല. ഇന്നുണ്ടായ സംഭവം, മധുവിനുണ്ടായ സംഭവം ഒരിക്കലും കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ്. ആരായാലും അത് ഏത് രാഷ്ട്രീയ ബന്ധമുണ്ടോന്ന് ഇവിടെ ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ക്രിമിനൽ സ്വഭാവമാണ്. SC/ST ആക്ട് അനുസരിച്ച് തന്നെ കേസെടുക്കും. അതിലൊന്നും യാതൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. എല്ലാവിധ സംരക്ഷണവും ഈ മധുവിന്റെ കുടുംബത്തിനുണ്ടാവും. പ്രതികൾക്ക് യാതൊരു സംരക്ഷണം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ അതുൾപ്പെടെ ഗവൺമെന്റ് പരിശോധിക്കും. കാരണം ഈ ഗവൺമെന്റ് ഒപ്പമാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടൊപ്പമാണ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവേണ്ട. ശരി, എന്താണ് ശ്രീ PM വേലായുധൻ ബഹുമാനപ്പെട്ട ശശിധരൻ പറഞ്ഞ രണ്ട് കാര്യം പറയട്ടെ. ഒന്ന്, ആദിവാസികളുടെ സീറ്റിൽ ആദിവാസികൾക്ക് മാത്രമേ മത്സരം ജയിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റൂല. പട്ടികജാതി സീറ്റിൽ പട്ടികജാതിക്കാർക്ക് മാത്രമേ ജയിക്കാൻ പറ്റൂ. ആളുകൾ അകന്നു പോയിട്ടില്ല. പറയട്ടെ, ആദിവാസികളുടെ സീറ്റിൽ അവർക്ക് മാത്രമും പട്ടികജാതി സീറ്റിൽ പട്ടികജാതിക്കാർക്കുമേ മത്സരിക്കാൻ പറ്റൂ, അവരെ ജയിക്കുള്ളൂ, അത് ആരും ആകട്ടെ. രണ്ടാമത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും മുത്തങ്ങ ഭൂസമരത്തിൽ എന്ത് നിലപാട് നിങ്ങളെടുത്തു? ഇപ്പോഴും ഭൂമി കിട്ടിയിട്ടില്ലല്ലോ. അരിപ്പ ഭൂസമരം ഇപ്പം നടന്നുകൊണ്ടിരിക്കല്ലേ, എത്ര കൊല്ലമായി അരിപ്പ ഭൂസമരം. അതേപോലെ ചെങ്ങറ ഭൂസമരം, ഇതൊക്കെ ആദിവാസി സമരമല്ലേ നടക്കണത്. ഇത് നിങ്ങൾ കണ്ടില്ലപ്പെട്ടത് എന്താ? ഇത് കേരളത്തിലല്ലേ? അതേ ബീഹാറിലാണോ? അതേ ഞങ്ങൾ ഭരിക്കുന്ന രാജസ്ഥാനിലാണോ ഈ നടക്കുന്നത്? കേരളത്തിലെ ആദിവാസികളൊന്നും ഭൂമിക്ക് വേണ്ടിയുള്ള നിരന്തര പോരാട്ട ഭൂമിയിലല്ലേ അവർ? നിങ്ങളിത് കണ്ടില്ലപ്പെട്ട് നടക്കണം എന്താ? മുത്തങ്ങയിൽ ആദിവാസിയെ വെടിവെച്ചു വന്നില്ലേ സമരത്തിൻ്റെ പേരിൽ? നിങ്ങളുടെ നാട്ടിലാണ്. ഞാൻ ആ മുത്തങ്ങയിൽ വന്നിരുന്നു. ഞാൻ ഈ സംഭവ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഇന്നും കേരളത്തിലെ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം ആദിവാസികൾ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ രണ്ട് കൂട്ടരും ഈ ആദിവാസികളെ നിങ്ങൾ ദിനം പ്രതി ഓരോ ഭരണത്തിലും നിങ്ങൾ വഞ്ചിക്കുകയാണ്. നിങ്ങൾ ആദിവാസികളുടെ കൂടെ കൂടും, അവരുടെ കൂടെ കോല് കളിക്കും, അവരുടെ കൂടെ നൃത്തം ചവിട്ടും. ആ പാവങ്ങളെ നിങ്ങൾ വഞ്ചിച്ച് ഓരോ വാക്കും കൊടുത്ത് പറഞ്ഞയക്കും. ഇപ്പോഴും ഭൂമി കൊടുത്തിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട MLA മറുപടി പറയണം. ഇവിടെ രാഷ്ട്രീയ മാറ്റം നിങ്ങൾ ആദിവാസികൾക്കും ഇപ്പോഴും ഭൂമി കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ അരിപ്പ ഭൂസമരത്തിൻ്റെ സ്ഥിതി എന്താ? അത് നിങ്ങൾ ഭരിക്കല്ലേ, പരിഹരിച്ചിട്ടുണ്ടോ? അതേപോലെ ചെങ്ങറ ഭൂസമരം, ഇപ്പോഴും സമരഭൂമിയിൽ ആദിവാസികൾ കുടിൽ കെട്ടി താമസിക്കല്ലേ, നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ? മുത്തങ്ങ സമരത്തിൽ ഇപ്പോഴും ഭൂമി കിട്ടിയിട്ടുണ്ടോ? ഇപ്പോഴും ആദിവാസികൾ സമരഭൂമിയിലല്ലേ? അല്ലാന്ന് നിങ്ങൾക്ക് നിഷേധിക്കാവോ? നിങ്ങൾ എന്ത് വാരിക്കോരി കൊടുത്തെന്നാ പറയണേ? പാവങ്ങൾക്ക് കൊടുത്തത് പട്ടിണിയാണ്, കൊടുത്തത് കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല, കയറിക്കിടക്കാൻ കൂരയില്ലാത്ത സ്ഥിതി ഈ കേരളത്തിലുണ്ടെങ്കിൽ അത് ആദിവാസികളും പട്ടികജാതിക്കാരുമാണ്. നിങ്ങൾ പാവങ്ങളുടെ പടത്തലവന്മാരാണല്ലോ, നിങ്ങൾക്കിത് ചെയ്തുകൂടെ? ഒരാദിവാസി മരിച്ച സമയത്ത്, കൊല ചെയ്തപ്പെട്ട സമയത്ത് മന്ത്രി ബാലൻ പോയെന്ന് പറഞ്ഞു. മന്ത്രി ബാലന് ഇതിൽ എന്താ ആത്മാർത്ഥമുള്ളത്? അദ്ദേഹം ശരിക്കൊരു പട്ടികജാതി നാവ് കൊണ്ട് പറയോ? നിങ്ങൾക്കൊന്ന് പറയിപ്പിക്കാവോ? AK ബാലൻ്റെ ഒരു പട്ടികജാതിക്കാരനാണെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ? സാമൂഹ്യക്ഷേമ വകുപ്പ് എന്നല്ലേ പറയുള്ളൂ, പട്ടികജാതി മന്ത്രി ഇത് പറയില്ലല്ലോ. അത് പറയാനുള്ള ആർജവം അദ്ദേഹത്തിന് ആക്ഷേപമാണ്. പട്ടികജാതി എന്ന് പറയുന്ന ആക്ഷേപമാണ്. ആ പേരിൽ അദ്ദേഹം ജയിച്ചു മന്ത്രിയായത്. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾക്കൊന്ന് പറയാമോ അങ്ങനെ ഞാൻ പട്ടികജാതിയാന്ന്? ഞാൻ തുറന്നു പറയുന്നു, ഞാൻ ഷെഡ്യൂൾ കാസ്റ്റാണ്. എനിക്ക് അഭിമാനമുണ്ടത് പറയാൻ. ഞാൻ ഏറ്റവും താഴെ തട്ടിന്ന് ചേറിൽ നിന്നും പ്രവർത്തിച്ച് വളർന്നു വന്ന് ഈ നിലയിലെത്തിയതാണ്. എനിക്ക് അഭിമാനമുണ്ടത് പറയാൻ. പക്ഷേ എന്തുകൊണ്ട് പറയുന്നില്ല അവർ? ഇവതിൻ്റെ പേരിൽ ജയിക്കുന്നു, മന്ത്രിയാകുന്നു, അങ്ങനെ സുഖസുന്ദരമായി അവർ ജീവിക്കുന്നു. ഇപ്പം മന്ത്രി നാളെ ഓടി അവിടെ ചെന്ന് എന്ത് സംഭവിക്കാനാ? അതിന് മുമ്പല്ലേ നോക്കേണ്ടത്? ഇവിടെ സദാചാര പോലീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഭരിക്കുമ്പോഴല്ലേ സദാചാര പോലീസ് ഇവിടെ കളിക്കണത്? ആരുടെ കയ്യിൽ ആഭ്യന്തരം? നിങ്ങളുടെ കയ്യിലല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ ആഭ്യന്തര വകുപ്പ്? എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? എത്ര എണ്ണം ചത്തു ഈ എത്ര എണ്ണത്തിന് കൊന്നു കേരളത്തിലെ? നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ 14 പട്ടികജാതി ആദിവാസികൾ ഇപ്പോൾ കൊല ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? നിങ്ങൾ ഒന്ന് പറയും. നിങ്ങൾ ആദിവാസിയെ പട്ടികജാതിക്കാരൻ കൊല ചെയ്തപ്പെട്ടാൽ അവന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന 8 ലക്ഷം രൂപ കൊടുക്കണം. പട്ടികജാതി സ്ത്രീകൾ അവഹേളിക്കപ്പെട്ടാൽ, പീഡിപ്പിക്കപ്പെട്ടാൽ 5 ലക്ഷം കൊടുക്കണം. നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ 300 സ്ത്രീകളാണ് പീഡിപ്പിക്കപ്പെട്ടത്, പട്ടികജാതി സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടത്. എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു? ഫണ്ടുണ്ടല്ലോ, നിയമമുണ്ടല്ലോ. ശ്രീ CK ശശീന്ദ്രൻ, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ BJP കാണുന്നത് കൊണ്ട് താങ്കൾക്ക് അതിന് ആ നിലയ്ക്ക് മറുപടി പറയാം. ശ്രീ വേലായുധൻ പറയുന്നത് രാജസ്ഥാനിലോ ബീഹാറിലോ എവിടെയെങ്കിലും വനാവകാശ നിയമം അനുസരിച്ച് ഒരാൾക്ക് ഭൂമി കൊടുത്തോ? ഈ കേരളത്തിൽ 5000, വയനാട് ജില്ലയിൽ മാത്രം 5000 പേര് വനാവകാശ നിയമപ്രകാരം ഭൂമി കൊടുത്തൊരു ജില്ലയെന്നാണ് ഞാൻ വരുന്നത്.
അരി പിന്നെ ഞാൻ എത്ര ആദിവാസി പയർ എത്ര മണ്ഡലത്തിൽ പറയണ്ട. ജയിച്ച നിങ്ങൾ കേരളത്തിൽ ഞാൻ നിങ്ങൾ ആദിവാസി ഭരിക്കാനുള്ള അല്ല. ഞാൻ നിങ്ങൾ ജനറൽ ഭരിക്കാനുള്ള സീറ്റിൽ നിങ്ങൾ നിന്ന് അത് എന്ത് മത്സരിച്ച് ചെയ്തെന്ന് പറ. ഈ ഭൂസമരൊക്കെ ഇന്ന് നടക്കല്ലേ? അല്ല പറയട്ടെ, നിങ്ങളിങ്ങനെ പറഞ്ഞോളൂ. കുറ്റം പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ നിങ്ങൾ കുറ്റം പറയാണല്ലോ. ബഹുമാനത്തോട് അല്ല പറയുന്നു. നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടാതെ കേട്ടിരുന്നല്ലോ. അദ്ദേഹം മറുപടി പറയാം. അല്ല ശ്രീ വേലായുധൻ പറയുമ്പോഴേ ശ്രീ വേലായുധൻ പറയുമ്പോഴേ ഞാനൊക്കെ കേട്ടിരുന്നല്ലോ. മറ്റു AK ബാലന് പട്ടികജാതിക്കാരനാ പറയാൻ പിന്നെ മടിയുണ്ട് എന്നാ പറയുന്നത്. അത് വേലായുധന്റെ ഒരു കണ്ടുപിടുത്തമല്ലാതെ കേരളത്തിൽ ആരും അദ്ദേഹത്തെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അതിൽ അഭിമാനം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ബാലൻ എന്ന കാര്യത്തിൽ വേലായുധേട്ടൻ എന്താ അത്ര വലിയ സംശയമൊന്നും എനിക്കറിയില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ തികഞ്ഞ ഒരു അന്ധമായ രാഷ്ട്രീയം ഉണ്ടല്ലോ. അങ്ങനെ വേണ്ട, അതൊന്നും കേരളത്തിൽ ചെലവാകാൻ വേണ്ടി പോകുന്നില്ല. ഉത്തരേന്ത്യയിൽ നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നു, കേരളത്തിൽ അതിന്റെ മുകളിൽ ഒന്നും നടക്കാനും പോകുന്നില്ല. ഞങ്ങൾ നല്ലപോലെ ഈ കാര്യങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ 241 ടീച്ചർമാർക്ക് ജോലി കൊടുത്തത് എന്താ വേലായുധന് മനസ്സ് പിടിക്കുന്നില്ലേ? അത് കാണാൻ വേണ്ടി കഴിയുന്നില്ല. നിങ്ങൾ ഒരാൾക്ക് ജോലി കൊടുത്തോ നിങ്ങളുടെ ഏതെങ്കിലും സ്ഥലത്ത്? ഞാൻ ഇവിടെ പ്രത്യേകമായിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടാണ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. വയനാട്ടിൽ വന്ന് അന്വേഷിക്കുക. മുത്തങ്ങയിൽ നിങ്ങൾ ഭൂമി കൊടുത്തെന്ന് പറഞ്ഞല്ലോ, ഞാൻ അവിടുത്തെ MLA. 50 ആൾക്കാർക്ക് ഭൂമി കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. വൈത്തിരി തഹസിൽദാർ ഓഫീസിൽ നിന്ന് ഒരു മാസം മുമ്പ് 50 ആൾക്ക് ഭൂമി കൊടുക്കുക മാത്രമല്ല, ഞാൻ ആദിവാസികളുടെ കൂട്ടത്തിൽ വെള്ളരമല്ല വില്ലേജിൽ അവരെ കൊണ്ടുപോയിട്ട് അവിടെ താമസിപ്പിച്ചു. അതൊന്നും വേലായുധൻ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് വെറുതെ എന്തെങ്കിലും പറയരുത്. ഇവിടെ ഉണ്ടായ സംഭവം ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തിയിട്ടുള്ളൊരു തെമ്മാടിത്തരം. ആ തെമ്മാടിത്തരത്തെ നമ്മളെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ട് അപലപിക്കുകയാണ് കിട്ടുന്നത്. ഭീമൻ കൊന്നു അല്ല, ഒരാൾ കൊല ചെയ്യപ്പെട്ടു എന്ന് കണ്ട ഉടനെ മാർക്സിസ്റ്റുകാരുടെ പേരിൽ തലകയറാനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രസംഗിച്ചോളി. അതിനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ശ്രീ വേലായുധൻ ഉൾപ്പെടെ കാണേണ്ടത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ ബോധമുണ്ട്, കേരളത്തിലൊരു ജനാധിപത്യ ബോധമുണ്ട്. അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് കിട്ടിയല്ലോ ഒരു അവസരം, ചത്തത് കീചനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടിയെ പറയാൻ കിട്ടിയ അവസരം. അങ്ങനെ ആനന്ദം കൊള്ളരുത്. അതല്ല രാഷ്ട്രീയ പ്രവർത്തനം, അതല്ല പൊതുപ്രവർത്തനം. അങ്ങനെ ആനന്ദം കൊള്ളുന്ന നല്ല രീതി. ഇവിടെ ആത്മാർത്ഥതയോടെയാണെങ്കിൽ അതിനെ നമുക്ക് ഒന്നിച്ച് അതിനെ എതിർക്കാം. അതിനെന്താ കാര്യം? ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കുകയല്ലേ? ഗവൺമെന്റ് ഇടപെട്ടില്ലേ അടിയന്തരമായിട്ട്? AK ബാലൻ ഉൾപ്പെടെ നിങ്ങൾ കളിയാക്കിയല്ലേ? അദ്ദേഹത്തെ പട്ടികജാതിക്കാരനാന്ന് പറയാൻ മറുപടി ഉണ്ടോ? അതൊക്കെ തെറ്റായ പ്രചരണമാണ്. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ശ്രീ വേലായുധനെ പോലുള്ള ആൾക്കാർ അങ്ങനെയല്ല അതിനെ സമീപിക്കേണ്ടത്. ഇത്തരം വിഷയങ്ങൾ ഒരു സമന്വയത്തിന്റെ അന്തരീക്ഷം. നിങ്ങളുടെ മന്ത്രി, ഞാൻ ബഹുമാനിക്കുന്ന ബഹുമാനായ AK ബാലൻ, ഇപ്പൊ ഈ സംഭവത്തിൽ മാത്രമാണല്ലോ പെടുന്നതിനെ അവിടെ ചെല്ലുന്നത്. 10-13 പട്ടികജാതി യുവാക്കൾ ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ട് ഈ മന്ത്രി ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, അദ്ദേഹം മന്ത്രിയാണല്ലോ, ഈ വകുപ്പ് കൈകാര്യം ചെയ്യണ മന്ത്രിയല്ലേ. അദ്ദേഹം ഏതെങ്കിലും ഒരു വീട് സന്ദർശിച്ചിട്ടുണ്ടോ? അവരുടെ കണ്ണീരൊപ്പിയിട്ടുണ്ടോ? അവരുടെ ആശ്രിതരെ ഒന്ന് കണ്ട് ഒരു സാന്ത്വന വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് സൂചിപ്പിക്കാവോ? ശരി, അതാണ് ഞാൻ അത് താങ്കളുടെ രാഷ്ട്രീയ വിയോജിപ്പ് അവിടെ തുടരട്ടെ. അവസാനമായി ശ്രീ PA പൗരൻ, അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമോ ഈ മധുവിന്റെ രക്തസാക്ഷിത്വം എന്ന ചോദ്യം നമുക്ക് ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഉയർത്താം. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ ആദിവാസികളുടെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരില്ലേ നമുക്ക്? ഇവിടെ ശ്രീ ശശീന്ദ്രൻ എൻ്റെ ഒരു സുഹൃത്താണ്. എല്ലാവിധ ബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ശ്രീ ശശീന്ദ്രന് മധുവിൻ്റെ ഈ മരണത്തിൽ ഉള്ള ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ സാധിക്കുമോ? ഒഴിയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം വളരെ കാലമായിട്ട് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതാവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, കൽപ്പറ്റയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നു. ആദ്യമായിട്ട് ശ്രേംസ് കുമാർ അനധികൃതമായിട്ട് ആദിവാസികളുടെ ഭൂമി കൈവശപ്പെടുത്തിയത് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി സമരം ചെയ്തു. ഇപ്പോൾ ശ്രേംസ് കുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രതിദാനം ചെയ്യുന്ന ആദിവാസികളുടെ കൈവശമുള്ള ഭൂമി സംരക്ഷിക്കുവാൻ വേണ്ടി ശ്രീ ശ്രേംസ് കുമാറും അദ്ദേഹത്തിൻ്റെ അച്ഛൻ MP വീരേന്ദ്രകുമാറുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അവരെ ഇടതുപക്ഷത്തിലേക്ക് എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ആദിവാസികൾക്ക് നഷ്ടപ്പെട്ട ഭൂമി അല്ലെങ്കിൽ ശ്രേംസ് കുമാറും കുടുംബവും അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രീ ശശീന്ദ്രൻ സമരത്തിനുണ്ടാവുമോ, ആദിവാസികളുടെ ഒപ്പം ഉണ്ടാവുമോ എന്നൊരു ചോദ്യം. മറ്റൊന്ന്, ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന വയനാട്ടിൽ കൽപ്പറ്റയിലും സമീപ പ്രദേശങ്ങളിലും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഭൂമി അനധികൃതമായിട്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കി തന്നെ അനധികൃതമായിട്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ച് ആദിവാസികൾക്ക് കൊടുക്കുവാൻ ശ്രീ ശശീന്ദ്രൻ തയ്യാറാവുമോ? മൂന്നാമത്തെ കാര്യം, 1975 കേരള നിയമസഭ പാസ്സാക്കിയ ഐക്യകണ്ഠേന പാസ്സാക്കിയ നിയമം, അതിൽ വെള്ളം ചേർത്തത് EK നായനാർ 97 അതിനെതിരെ PUCL, ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടന,
1999 കേരള ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തു. ആ റിട്ടിൽ അനുകൂലമായിട്ട് വിധി വന്നു. ആ വിധിക്കെതിരെ ശ്രീ EK നായനാരാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തത്, അല്ലേ? അപ്പോൾ അങ്ങനെ ആദിവാസികൾക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നപ്പോൾ, ആദിവാസികളുടെ ഭൂമി തിരിച്ചു കിട്ടുമെന്നുള്ള ഘട്ടം എത്തിയപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് മറുപടി വാങ്ങാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ PA പൗരൻ, നമുക്ക് വിശദമായി പരിശോധിക്കേണ്ട വിഷയമാണ്, പക്ഷേ സമയം അനുവദിക്കാത്തത് കൊണ്ട് ക്ഷമിക്കുക. വളരെ നന്ദി ശ്രീ PA പൗരൻ, അഡ്വക്കേറ്റ് PA പൗരൻ, ശ്രീ PM വേലായുധൻ, ശ്രീ ജോർജ് ജോസഫ്, സുരേഷ് കുമാർ, ഒപ്പം ശ്രീ CK ശശീന്ദ്രൻ MLA. എല്ലാവർക്കും നന്ദി. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.